KSTA 34 ജില്ലാ സമ്മേളനം സംഘാടക സമിതി രൂപീകരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി KSTA 34 പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനം 2025 ജനുവരി 11-12 തീയതികളിൽ കൂറ്റനാട് വെച്ച് നടക്കാൻ പോകുന്നു. സമ്മേളന വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം വട്ടനാട് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്നു. KSTA ജില്ലാ പ്രസിഡന്റ് K അജിലയുടെ അധ്യക്ഷതയിൽ ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK ചന്ദ്രൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ, CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷദ് അലി, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രസാദ്, M ഗീത, KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ PP ഷാജു, P ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ പ്രദീപ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള E ബാലകൃഷ്ണൻ, ES ശ്രീകല തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ ചെയർമാനും ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ഷാജു കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. യോഗത്തിന് KSTA ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതവും സബ് ജില്ലാ സെക്രട്ടറി VP ശ്രീജിത്ത് നന്ദിയും രേഖപ്പെടുത്തി. KSTA സമ്മേളനം KSTA ശേഷം ഇവിടെ ജില്ലയിൽ ഒരു ജില്ലാ സമ്മേളനം നടന്നിട്ടുണ്ട് അല്ലേ? ഈ തൃത്താലയിൽ നടന്നിട്ടുണ്ട്. വേളത്തിൽ 2009 സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൃത്താല സബ് ജില്ല നമ്മുടെ ജില്ലയിൽ തന്നെ 12ഓളം വരുന്ന സബ് ജില്ലകളിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് നടത്തുന്നത് അല്ലേ? ഇപ്പം അതുകൊണ്ട് ത്രാസ് കൊണ്ടായിട്ട് തൂക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. സംഘടനാപരമായ പ്രവർത്തനം കൊണ്ട്, പ്രക്ഷോഭ സമരത്തിലെ പങ്കാളിത്തം കൊണ്ട്, അതുപോലെ തന്നെ മെമ്പർഷിപ്പ് കൊണ്ട്, സംഘടനാ തീരുമാനം നടപ്പാക്കുന്നതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്, അതുകൊണ്ട് മറ്റൊക്കെ മോശം അർത്ഥത്തിലല്ല ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തൃത്താലയിൽ തന്നെ വീണ്ടും ഈ സമ്മേളനം നടത്തണമെന്ന് സംഘാടകരായ ആളുകൾ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനം ശിരസ വഹിച്ചുകൊണ്ട് ഇതുവരെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട ജില്ലാ സമ്മേളനമായിരുന്നു അടുത്ത സമയത്ത് കൂറ്റനാട് വെച്ച് നടന്നത് എന്ന് നമുക്ക് ചരിത്രരേഖയിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് അത് നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വിശദീകരിക്കുന്നു. ഒരു സ്കൂളിൻ്റെ അങ്കണം നമ്മൾ കണ്ടത് അല്ലേ? LP സ്കൂൾ വട്ടനാട് എന്ന് പറഞ്ഞാൽ സ്കൂളുകളുടെയൊക്കെ തന്നെ ഒരു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശയോക്തിപരമായ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളം എത്തുന്നത്. വിവിധങ്ങളായുള്ള മേഖല, ഏജൻസികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി പരിശോധിച്ചാൽ ആരോ പറഞ്ഞു മതി സ്കൂളിൽ ചെന്നപ്പോൾ റിസോർട്ടിൽ പോയ മാതിരിയാണെന്ന് പറഞ്ഞു. സ്കൂളിൽ ചെന്നപ്പോൾ റിസോർട്ടിൽ പോയ മാതിരിയാണ്. ആ രീതിയിലാണ് അതിൻ്റെ മനോഹരമായ രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യം മാത്രമല്ല, അക്കാഡമിക് നിലവാരവും അങ്ങനെയല്ലേ. പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ അക്കാഡമിക് നിലവാരം വർദ്ധിക്കൂ. പഴയ കാലഘട്ടങ്ങളിൽ ശാക്തീകരണത്തിൻ്റെ മാതിരിയുള്ള സംവിധാനങ്ങളായിരുന്നു ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തൊന്നും നടക്കില്ല. അപ്പോൾ ആ നിലയിൽ വിദ്യാഭ്യാസ മേഖലയിലെ അക്കാഡമിക് തലത്തിലുള്ള നിലവാരം വർദ്ധിപ്പിക്കാൻ, പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതിൽ അധ്യാപകരുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയൊക്കെ തന്നെ പങ്കാളിത്തവും ബാധ്യതയും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ശ്രമമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.